ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്ന് സ്ട്രിങ്ങിന്റെ കോഡിംഗ് സെക്ഷനിലേക്ക് കടക്കാണ്. നമ്മൾ മെയിൻ ആയിട്ട് 4 ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ക്രിയേഷൻ ഓഫ് എ സ്ട്രിങ്, ദെൻ ആക്സസിങ് എലമെന്റ്സ് ഫ്രം എ സ്ട്രിങ്, ദെൻ ഡിലീറ്റിംഗ് എലമെന്റ്സ് ഫ്രം എ സ്ട്രിങ്, അപ്ഡേറ്റിംഗ് എലമെന്റ്സ് ഇൻ എ സ്ട്രിങ്. സോ ഫസ്റ്റ് നമുക്ക് ക്രിയേഷൻ ഓഫ് സ്ട്രിങ്ങിലേക്ക് കടക്കാം. നമുക്ക് സ്ട്രിങ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് നമ്മൾ കോട്ട്സ് ആണ് യൂസ് ചെയ്യാറ്. നമുക്ക് സിംഗിൾ കോട്ട് യൂസ് ചെയ്തിട്ടും ഡബിൾ കോട്ട് യൂസ് ചെയ്തിട്ടും ട്രിപ്പിൾ കോട്ട് യൂസ് ചെയ്തിട്ടും സ്ട്രിങ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ സിംഗിൾ കോട്ടിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്ട്രിങ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഡബിൾ കോട്ടിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് A1 is equal to ഡബിൾ കോട്ട് ഇടാം, ദെൻ പൈത്തൺ ഈസ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ഡബിൾ കോട്ടിൽ ഇതിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ നമുക്ക് ട്രിപ്പിൾ കോട്ടിലും സ്ട്രിങ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിൽ നമുക്ക് സിംഗിൾ കോട്ട്സ് 3 ഇട്ടിട്ട് ട്രിപ്പിൾ കോട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതന്നെ ഡബിൾ കോട്ട്സും 3 ഇട്ടിട്ട് നമുക്ക് ട്രിപ്പിൾ കോട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ ഇതിൽ ഡബിൾ കോട്ട് 3 വട്ടം ഇട്ടിട്ട് ട്രിപ്പിൾ കോട്ടായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടും നമുക്ക് ഇതിനെ പറ്റും. അപ്പം ഇങ്ങനെ നമ്മൾ ട്രിപ്പിൾ കോട്ട് ഇടുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് മൾട്ടിപ്പിൾ ലൈനായിട്ട് കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പൊ ഞാനൊരു ലൈൻ കൊടുത്തു, ദെൻ നെക്സ്റ്റ് ലൈനിൽ ഞാൻ എന്തെങ്കിലും കൊടുക്കുകയാണ്, ദെൻ അടുത്ത ലൈനിൽ ഞാൻ എന്തെങ്കിലും കൊടുക്കുകയാണ്, ദെൻ നെക്സ്റ്റ് ലൈനിൽ എന്തെങ്കിലും കൊടുക്കുകയാണ്. നമുക്ക് മൾട്ടിപ്പിൾ ലൈനിലായിട്ട് നമുക്ക് ഇൻഫർമേഷൻസ് കൊടുക്കാനായിട്ട് പറ്റും. അപ്പം ഇതിനെ നമ്മൾ ട്രിപ്പിൾ കോട്ടിൽ നമ്മൾ സ്ട്രിങ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ ഡോക് സ്ട്രിങ് എന്നാണ് വിളിക്കുക, അതായത് ഡോക്യുമെന്റേഷൻ സ്ട്രിങ്. ഇത് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ക്ലാസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തിനു വേണ്ടിയിട്ടാണ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്, അതിന്റെ ഫംഗ്ഷനാലിറ്റി കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡോക്യുമെന്റേഷൻ സ്ട്രിങ്ങുകൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കാറ്. അതുപോലെ തന്നെ മൾട്ടി ലൈൻ കമന്റ്സ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഡോക്യുമെന്റേഷൻ സ്ട്രിങ് ഉപയോഗിക്കാറ്. അതുപോലെ തന്നെ നമുക്ക് സ്ട്രിങ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് tr എന്ന് പറയുന്ന ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പം ഫോർ എക്സാമ്പിൾ ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഇപ്പം എന്തെങ്കിലും ഒരു നമ്പർ ഉണ്ടെന്നിരിക്കട്ടെ, 1 2 3 4 5 6 എന്ന് പറഞ്ഞൊരു നമ്പർ ആണ് ഇരിക്കുന്നത്. എനിക്കിതിനെ സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഇപ്പം ഞാൻ ഇതിന്റെ ടൈപ്പ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ടൈപ്പ് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതൊരു ഇൻറ്റിജർ ആയിരിക്കും. ടൈപ്പ് ഓഫ് എ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിതിപ്പോൾ ഒരു ഇൻറ്റിജർ ആയിട്ടായിരിക്കും കിട്ടുന്നുണ്ടാവാം. ഞാൻ ഇതിൽ എന്ത് ചെയ്യാണ്, എ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് str ഓഫ് എ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഇനി നമ്മൾ എനെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സെയിം ആ 1 2 3 4 5 6 തന്നെ കിട്ടും, പക്ഷെ അതൊരു കോട്ടിന്റെ ഉള്ളിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. ഇനി നമ്മൾ അതിന്റെ ടൈപ്പ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് സ്ട്രിംഗ് ആയിട്ട് കൺവേർട്ട് ആയിട്ട് കിട്ടും. ഇനി അടുത്തത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആക്സസിങ് എലമെന്റ്സ് ഫ്രം സ്ട്രിംഗ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. A1 എന്ന് പറയുന്ന ഈ ഒരു സ്ട്രിംഗിന് നമ്മൾ ഇൻഡെക്സ് പൊസിഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു എലമെന്റിനെ എടുക്കാം എന്നുള്ളത് നോക്കാം. അപ്പം അതിന് ഞാൻ A1 എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ ആ ഒരു ഒബ്ജക്റ്റ് എടുത്തു. അതിലേക്ക് എനിക്കിപ്പം 0th പൊസിഷനിൽ കിടക്കുന്ന എലമെന്റിനെയാണ് കിട്ടുന്നതെങ്കിൽ ഞാൻ 0 ഇട്ട് കൊടുത്തു. അപ്പൊ എനിക്ക് പി എന്ന് പറയുന്ന എലമെന്റ് റിട്ടേൺ ആയിട്ട് വരും. അതാണ് നമ്മുടെ ഈ സ്ട്രിംഗിൽ 0th പൊസിഷനിൽ കിടക്കുന്ന എലമെന്റ്. എനിക്കിപ്പോൾ ഇതിൽ ലാസ്റ്റ് എലമെന്റ് ഈ കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ -1 കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെ ഇൻഡെക്സിങ് ഉപയോഗിച്ചിട്ട് ഇതിലൊരു സിംഗിൾ എലമെന്റിനെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് സ്ലൈസിങ് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഞാനിവിടെ A1 എന്ന് പറയുന്ന ആ ഒരു സ്ട്രിംഗ് എടുത്തിട്ട് അതിൽ ഞാൻ 0 എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. എനിക്ക് പൈത്തൺ എന്ന് പറയുന്ന ഒരു വേർഡാണ് ഇതിന്റെ ഉള്ളിൽ നിന്ന് സബ്സ്ട്രിംഗ് ആയിട്ട് കിട്ടേണ്ടത്. അപ്പൊ ഞാൻ അതിൽ 0 1 2 3 4 5 വരെയാണ് ആ ഒരു എലമെന്റ് എനിക്ക് ആവശ്യമുള്ള എലമെന്റ് വരുന്നത്. അപ്പൊ ഞാൻ 6 എന്ന് പറയുന്ന സ്റ്റോപ്പിംഗ് നമ്പർ കൊടുക്കണം. ഞാൻ 0 to 6 എന്ന് പറയുന്ന സ്റ്റോപ്പിംഗ് നമ്പർ വരെ കൊടുക്കുകയാണ്. ഞാൻ ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പൈത്തൺ എന്ന് പറയുന്ന ഒരു വേർഡ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇതിൽ നമുക്ക് പിന്നെ സ്ട്രിംഗിന്റെ ഉള്ളിൽ നിന്ന് എലമെന്റ്സിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വേറൊരു രീതി എന്ന് പറയുന്നത് ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ടാണ്. ഫോർ എക്സാമ്പിൾ ഫോർ i in A1 എന്ന് കൊടുത്തു. അതിനുശേഷം ഞാൻ പ്രിന്റ് ഐ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതിലത്തെ ഓരോ എലമെന്റ്സും പിന്നെ താഴേക്ക് വരും. ഇതല്ലാതെ നമുക്ക് പിന്നെ ഒരു മെത്തേഡ് ഇതിന്റെ ലെങ്ത് എടുത്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അതും ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഇതിൽ ഫോർ i in range അതിൽ ഞാൻ ലെങ്ത് ഓഫ് A1 എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് അതിന് ഞാൻ പ്രിന്റ് ഐ ചെയ്യിപ്പിക്കുകയാണ്. അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളിത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ ഓരോ നമ്പേഴ്സ് ആയിരിക്കും കിട്ടുന്നുണ്ടാവാം. അപ്പൊ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇതിലിരിക്കുന്ന ഓരോ എലമെന്റ്സിന്റെയും പൊസിഷൻ ആണ്. എനിക്ക് അതിന്റെ കറസ്പോണ്ടിങ് എലമെന്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ ആ എലമെന്റിനെ ഞാൻ ഇൻഡെക്സിങ് ഉപയോഗിച്ചിട്ട് കോൾ ചെയ്യണം. അപ്പം ആ ഒരു മെത്തേഡാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. ഇനി ഞാൻ ഇൻഡെക്സിങ് ഉപയോഗിച്ചിട്ട് ഓരോ എലമെന്റും അതിന്റെ കറസ്പോണ്ടിങ് ഇൻഡെക്സ് പൊസിഷനും കൂടി കോൾ ചെയ്യാണ്. അപ്പം ഞാൻ ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിപ്പം 0th പൊസിഷനിൽ പി കിടക്കുന്നുണ്ട്, ഫസ്റ്റ് ഇൻഡെക്സ് പൊസിഷനിൽ വൈ കിടക്കുന്നുണ്ട്. അങ്ങനെ പൈത്തൺ കഴിഞ്ഞിട്ടുള്ള സ്പേസിന്റെ പൊസിഷൻ വരുന്നത് 6 ആണ്. ലാസ്റ്റ് എലമെന്റിന്റെ പൊസിഷൻ വരുന്നത് 31 ആണ്. ഓക്കെ, ഇങ്ങനെ ഓരോ എലമെന്റിന്റെയും പൊസിഷൻ അടക്കം എനിക്ക് എടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ അടുത്തത് നോക്കാനായിട്ട് പോകുന്നത് ഡിലീറ്റിംഗ് എലമെന്റ്സ് ഫ്രം എ സ്ട്രിംഗ്. നമുക്കൊരു സ്ട്രിംഗിന്റെ ഉള്ളിൽ നിന്ന് എലമെന്റ്സിനെ എങ്ങനെ ഡിലീറ്റ് ചെയ്യാം എന്നതാണ് നോക്കുന്നത്. A1 എന്ന് പറയുന്ന ഒരു സ്ട്രിംഗ് ഉണ്ട്. അതിൽ ഞാനിവിടെ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഈ ഒരു വാക്കിനെ ഡിലീറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അതിന്റെ ഫസ്റ്റ് മെത്തേഡ് സ്ലൈസിംഗ് ആൻഡ് ജോയിനിങ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ സ്ലൈസിംഗ് ആൻഡ് ജോയിനിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് ആദ്യം ഒരു വാരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് അതിലേക്ക് ആദ്യം നമ്മൾ എനിക്ക് ഇവിടെ ആവശ്യമുള്ളത് പി തൊട്ട് എ വരെയുള്ള ഭാഗവും
പിന്നെ എൽ തൊട്ട് ഇ വരെയുള്ള ഭാഗമാണ്. അതിന്റെ ഇടയിലത്തെ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഞാൻ കട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ പി തൊട്ട് എ വരെയുള്ള ഒരു ഭാഗത്തിന്റെ ഇൻഡെക്സ് പൊസിഷൻ ആദ്യം നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പം ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പി തൊട്ട് എ വരെ വരുന്നത് 10 വരെയാണ്. നമുക്ക് 11 വരെ സെലക്ട് ചെയ്യണം. അപ്പോൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എ1 എന്ന് പറയുന്ന ഒരു പൊസിഷൻ എടുത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് 0 തൊട്ട് 11 വരെയുള്ള എലമെന്റിനെ ഞാൻ ഫസ്റ്റ് സെലക്ട് ചെയ്തു. ദെൻ നമ്മളിവിടെ ഒരു പ്ലസ് കൊടുക്കാം. സോ ഇത് അഡീഷൻ ഓപ്പറേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ സ്ട്രിംഗിൽ വരുമ്പോഴത്തേക്കും ഇത് കൺകാറ്റനേഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് ലാംഗ്വേജ് തുടങ്ങുന്ന എല്ലിന്റെ ഇൻഡെക്സ് പൊസിഷൻ ആണ് അറിയേണ്ടത്. അപ്പോൾ എല്ലിന്റെ ഇൻഡെക്സ് പൊസിഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 24 അപ്പോൾ നമ്മൾ അടുത്തത് A1 എടുക്കാം. ദെൻ അതിൽ 24 നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. ദെൻ അവസാനം വരെ കിട്ടണം. അത്രയാണ് നമുക്ക് വരുന്നത്. നമ്മൾ ഈ S1 എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒരു പാർട്ട് ഡിലീറ്റ് ആയിട്ടുള്ളതായിട്ട് കാണാം. അപ്പോൾ പൈത്തൺ ഈസ് ലാംഗ്വേജ് മാത്രമാണുള്ളത്. പക്ഷെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പൈത്തൺ ഈസ് ലാംഗ്വേജിൽ എ കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഇല്ല. അപ്പോൾ നമുക്കൊരു സ്പേസും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ അത് ആഡ് ചെയ്യാനായിട്ട് ഞാൻ വീണ്ടും കൺകാറ്റനേഷൻ ഓപ്പറേറ്റർ ഉപയോഗിക്കുകയാണ്. ഇതിൽ വന്നിട്ട് ഞാനിവിടെ ഒരു സ്പേസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് സ്ട്രിംഗ് ഉപയോഗിച്ചിട്ട്. അപ്പം സ്പേസ് ഇങ്ങനെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള സ്പേസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നമ്മുടെ പ്രോഗ്രാമിംഗിൽ ഇങ്ങനെ സ്ട്രിംഗിന്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു പാർട്ടിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു ഈസി മെത്തേഡാണ് ഇത് വരുന്നത്. അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. നമ്മുടെ സ്ട്രിംഗിന്റെ ഒരു ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ആ ലിസ്റ്റിന്റെ ഉള്ളിൽ നിന്ന് ആ ഒരു പർട്ടിക്കുലർ എലമെന്റിനെ നമ്മൾ റിമൂവ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ വീണ്ടും എടുക്കുന്നത് A1 എന്ന് പറയുന്ന ഈ ഒരു സ്ട്രിംഗിനെയാണ്. എന്നിട്ട് നമുക്ക് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഈ ഒരു പാർട്ടിനെയാണ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് പോകുന്നത്. അപ്പം ഫസ്റ്റ് എനിക്ക് ഈ A1 എന്ന് പറയുന്ന സ്ട്രിംഗിനെ ഞാൻ ഒരു ലിസ്റ്റ് ആക്കി മാറ്റാൻ പോവാണ്. എനിക്ക് രണ്ട് മെത്തേഡിൽ ചെയ്യാനായിട്ട് പറ്റും. ഒന്ന് ലിസ്റ്റ് എന്ന് പറയുന്ന ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമത്തെ സ്പ്ലിറ്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാനായിട്ട് പോകുന്നത് ലിസ്റ്റ് എന്ന് പറയുന്ന ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉപയോഗിച്ച് ചെയ്യാണ്. അപ്പം അതിൽ ഞാൻ S2 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതിൽ ഞാൻ എൻ്റെ ലിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ എടുത്തിട്ട് അതിൽ ഞാൻ എൻ്റെ A1 ഇട്ട് കൊടുക്കുകയാണ്. അപ്പം A1 ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇനി നമ്മൾ S2 നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ലിസ്റ്റ് ഓഫ് എലമെന്റ്സ് ആയിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ആവശ്യമില്ലാത്ത പാർട്ടിനെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് പോവാണ്. അപ്പം ഇതിൽ നമുക്ക് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന പാർട്ടാണ് ആവശ്യമില്ലാത്തത്. ആൻഡ് അതിന്റെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെയിം ആസ് ഇതുപോലെ തന്നെയായിരിക്കും, 12 തന്നെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. നമുക്ക് വേണമെങ്കിൽ ഇതിൽ ചെക്ക് ചെയ്ത് നോക്കാം. 0 1 2 3 എന്ന് പറഞ്ഞിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സാക്ട്ലി സ്റ്റാർട്ട് ചെയ്യുന്നത് 12 തന്നെയായിരിക്കും വരുന്നുണ്ടാവുക. ദെൻ ഇത് അവസാനിക്കുന്നത് 22 വരുന്നുണ്ടാവുക. നമുക്ക് 23 വരെയുള്ള പാർട്ടിനെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയണം. അപ്പം അതിന് നമ്മൾ DEL എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് S2 എന്ന് പറയുന്ന ഇപ്പം നമ്മുടെ ലിസ്റ്റിൻ്റെ ഉള്ളിൽ നമുക്ക് എവിടെ തൊട്ടുള്ളത് 12 തൊട്ട് എവിടെ വരെയുള്ള ആൾക്കാർ കളയണ്ടേ, നമുക്ക് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് 23 വരെയുള്ള ആൾക്കാരെയാണ് നമുക്ക് കളയേണ്ടത്. ആ ഒരു എലമെന്റ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഡിലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇനി S2 ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതിൽ നമുക്കിപ്പോൾ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒരു പാർട്ട് റിമൂവ് ആയിട്ടുള്ളത് കാണാം. ഇനി നമുക്ക് ഈ ഓരോ എലമെന്റ്സിനും ലിസ്റ്റിൻ്റെ ഉള്ളിലത്തെ ഓരോ എലമെന്റ്സിനും ജോയിൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, പഴയ പോലെ ഒരു വേർഡ് ആക്കിയിട്ട് മാറ്റണം. അപ്പം അതിനൊരു പഴയ പോലെ ഒരു സ്ട്രിംഗ് ആക്കിയിട്ട് മാറ്റണം. അപ്പം അതിന് നമ്മൾ ജോയിൻ എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ S = എന്ന് പറഞ്ഞിട്ട് ഒരു വാരിയബിളിലേക്ക് ഇത് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇതിനെ ജോയിൻ ചെയ്യിപ്പിക്കാനായിട്ട് പോവാണ്. അപ്പം ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ ഡോട്ട് കൊടുക്കുക. ദെൻ ജോയിൻ എന്ന് പറയുന്ന ഇതാണ് അതിന്റെ സിന്റാക്സ് വരുന്നത്. ജോയിൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് കൊടുക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യിപ്പിക്കേണ്ട ലിസ്റ്റ് കൊണ്ടുപോയി കൊടുക്കാം. ഓക്കെ, ഞാൻ ജോയിൻ ചെയ്യിപ്പിക്കേണ്ട ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ S ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ ഇതിൽ കൊടുക്കുന്ന സമയത്ത് പൈത്തൺ ഈസ് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു സംഭവം ജോയിൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇത് ഒരു മെത്തേഡാണ്. ഇനി ഇതിന്റെ തന്നെ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ആദ്യം ഞാൻ എൻ്റെ A1 എടുക്കും. നമുക്ക് A1 വരുന്നത് പൈത്തൺ ഈസ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു വാക്കാണ് എനിക്ക് A1 ആയിട്ട് വരുന്നത്. അതിൽ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഭാഗമാണ് എനിക്ക് കളയേണ്ടത്. അപ്പം ഇതിന് ഞാൻ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പം ഞാനതിൽ S3 = A1 ഡോട്ട് സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കതിൽ S3 ഇനി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതും ഒരു ലിസ്റ്റ് തന്നെയാണ് ക്രിയേറ്റ് ആവുക. പക്ഷേ ഇതൊരു കംപ്ലീറ്റ് വേർഡ്സിന്റെ ലിസ്റ്റ് ആണ് ക്രിയേറ്റ് ആവുക. നമുക്ക് നേരത്തെ ക്രിയേറ്റ് ആയി വന്ന പോലെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ലെറ്റേഴ്സിന്റെ ഒരു ലിസ്റ്റ് അല്ല, ഇതിൽ ഒരു വേർഡ്സ് ആണ് ലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന പാട്ടാണ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 0 1 2 3 എന്ന് പറയുന്ന പൊസിഷൻ ടെക്സ്റ്റ് പൊസിഷനിൽ കിടക്കുന്ന ആളിനെയാണ് നമുക്ക് ഇതിൽ റിമൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളത് DEL എന്ന് പറഞ്ഞ കീവേഡ് ഉപയോഗിക്കുക, S3 ഉപയോഗിക്കുക. അതിലേക്ക് ഞാൻ ഇൻഡെക്സ് പൊസിഷൻ 3 ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാനിതിൽ S3 ഒന്നും കൂടി നോക്കിക്കഴിഞ്ഞാൽ പൈത്തൺ ഈസ് എ ലാംഗ്വേജ് എന്ന് മാത്രമായിട്ടുണ്ട്. ഇനി നമുക്കതിനെ നേരത്തെ നമ്മൾ ഉപയോഗിച്ച മെത്തേഡ് വഴി ജോയിൻ ചെയ്യിപ്പിക്കാവുന്നതാണ്. അപ്പം ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ S എന്ന് പറയുന്ന ഒരാളെ യൂസ് ചെയ്യാണ്, ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. എന്നിട്ട് അതിലേക്ക് ജോയിൻ മെത്തേഡ് ഉപയോഗിച്ച് S3 കൊടുത്തിട്ട് ഞാൻ S നെ വീണ്ടും എടുത്ത് നോക്കുന്ന സമയത്ത് പൈത്തൺ ഈസ് എ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ ഒരു പാർട്ട് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന പാർട്ട് റിമൂവ് ആക്കിയിട്ട് പുതിയൊരു സ്ട്രിംഗ് അവിടെ ക്രിയേറ്റ് ആയിട്ടുള്ളത് കാണാം. ഇനി നമുക്ക് അപ്ഡേറ്റിംഗ് എലമെന്റ്സ് ഇൻ സ്ട്രിംഗ് എന്ന് പറയുന്ന ഒരു പാർട്ടാണ് ഈ ഒരു വീഡിയോയിൽ നോക്കാനുള്ളത്. ഇതിന്റെ ലാസ്റ്റ് പാർട്ടാണ്. അപ്പോൾ ഇതും നമ്മൾ എക്സാക്ട്ലി മുന്നേ പഠിച്ച രണ്ട് മെത്തേഡ് വഴി തന്നെയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പം എൻ്റെ S എന്ന് പറയുന്നത്
ഞാനിവിടെ എസ് എടുത്ത് കഴിഞ്ഞാൽ പൈത്തൺ ഇസ് എ ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു സ്ട്രിംഗ് ആണ് എനിക്ക് വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ പൈത്തൺ ഇസ് എ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒരു വേർഡിനെ എനിക്ക് ഇതിലേക്ക് കൂട്ടിച്ചേർക്കണം. വൺ എന്ന് പറയുന്ന ഒരു സ്ട്രിംഗ് ക്രിയേറ്റ് ചെയ്യാണ്. എന്നിട്ട് അതിലേക്ക് ഞാൻ സ്ലൈസിങ് ആൻഡ് ജോയിനിങ് ആദ്യം എനിക്ക് സ്ലൈസ് ചെയ്ത് അതിനെ സെലക്ട് ചെയ്തെടുക്കണം. അപ്പം എൻ്റെ എസ്സിൽ എനിക്ക് 0th പൊസിഷൻ തൊട്ട് ഈ ഒരു എ കിടക്കുന്നത് എൻ്റെ ആ ഒരു പൊസിഷൻ കിടക്കുന്നത് 10ലാണ്. എനിക്ക് 11 വരെയുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യണം. ഇതിൻ്റെ ഉള്ളിൽ 11 വരെയുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യണം. ഞാൻ ആ ഒരു ആൾക്കാരെ സെലക്ട് ചെയ്തു. ദെൻ എൻ്റെ ലാംഗ്വേജിന്റെ ആ ഒരു സിൻടാക്സ് എനിക്ക് നോക്കണം. അതിൻ്റെ ഒരു ഇൻഡെക്സ് എവിടെയാണ് വരുന്നത് എന്നുള്ളത് നോക്കണം. ഇത് 0 1 2 3 4 5 6 7 8 9 10 11 12 12ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അടുത്ത പാർട്ട് 12 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ പ്രോഗ്രാമിംഗ് ആണ് കയറ്റാനുള്ളത്. അപ്പം ഞാൻ ആ പ്രോഗ്രാമിംഗിന്റെ പാർട്ട് എടുത്തിട്ട് ഞാൻ ഇതിൽ കൺകാറ്റിനേഷൻ ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പം S1 ഇനി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പൈത്തൺ ഇസ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാമിംഗ് ആ ഒരു പാർട്ടിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന് അടുത്തത് ഞാനിവിടെ സ്പ്ലിറ്റ് മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാനിതിൽ ST എന്ന് പറയുന്ന ഒരു വാരിയബിൾ എടുക്കുകയാണ്. അതിലേക്ക് ഞാൻ S ഡോട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. ഇനി ഞാൻ ST നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എസിലെ ഓരോ എലമെന്റ്സ് സ്പ്ലിറ്റ് ആയിട്ട് എടുക്കുന്നുണ്ടാവും. ഇനി അതിലേക്ക് എനിക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ST ഡോട്ട് ഇൻസേർട്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. എന്നിട്ട് അതിലേക്ക് ഞാൻ എൻ്റെ മൂന്നാമത്തെ പൊസിഷനിലേക്ക് പ്രോഗ്രാമിംഗ് കയറ്റണം എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. ഇനി ഞാൻ എൻ്റെ ST ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഇപ്പൊ അതിൽ ലാംഗ്വേജ് എന്ന് പറയുന്ന പാർട്ട് പോയിട്ടില്ല. ഇൻസേർട്ട് മെത്തേഡ് യൂസ് ചെയ്താൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഇൻഡെക്സിലുള്ള ആ ഒരു വേർഡിനെ നമുക്ക് കളയേണ്ട വരില്ല. ഇനി നമുക്ക് ഇതിനെ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാനായിട്ട് നമ്മളിതിൽ ജോയിൻ എന്ന് പറഞ്ഞ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. STനെ ജോയിൻ ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് എസ് എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈത്തൺ ഈസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വീണ്ടും അത് അപ്പം ഇത്രയും എടുത്തത് നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് മൈ വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.